ബ്രിട്ടനിൽ കെയർ ഹോമിൽ കഴിഞ്ഞിരുന്ന 94-കാരനായ താമസക്കാരന് നേരെ മലയാളി ജീവനക്കാരന്റെ ക്രൂരത. ഒടുവിൽ വൃദ്ധന്റെ കുടുംബം നിശ്ചയദാർഢ്യത്തോടെ കോടതിയിൽ പൊരുതിയപ്പോൾ മലയാളി ജീവനക്കാരനായ 26-കാരന് 1 വർഷത്തെ ജയിൽ ശിക്ഷ. ഡെവണിലെ എക്സ്റ്ററിലുള്ള ലാൻഫോർഡ് പാർക്ക് കെയർ ഹോമിലാണ് മലയാളിയായ ജിനു ഷാജി എന്ന യുവാവിന്റെ ക്രൂരമർദ്ദനത്തിന് വൃദ്ധൻ ഇരയായത്. കരുണയും കനിവും അനുകമ്പയും ഒക്കെ ആവശ്യമുള്ള ജോലിയിലേക്ക് പണം മാത്രമാണ് യോഗ്യത എന്ന് കരുതി റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് വാരിക്കോരി ലക്ഷങ്ങൾ നൽകിയും മറ്റൊരു തൊഴിലും ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്റ്റുഡന്റ് വിസയിൽ നിന്നും പണം നൽകി കെയർ ഹോമുകളിലേക്ക് എത്തിയവരുമായ മലയാളി ചെറുപ്പക്കാർ ആവശ്യത്തിലേറെ പരാതികൾ സൃഷ്ടിക്കുന്നു എന്ന സാഹചര്യം നിലനിൽക്കെ ജിനു ഷാജിയുടെ കേസും തുടർന്നുള്ള ശിക്ഷയും കെയർ ഹോം മാനേജ്മെന്റുകളെ കടുത്ത നിലപാടിലേക്ക് എത്തിക്കും എന്നാണ് സൂചന. ഒരാഴ്ച മുൻപേ പുറത്തു വന്ന ജിനു ഷാജിയുടെ കേസിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ കെയർ ഹോം ഉടമകളുടെ അറിവിലേക്കായി കെയർ ഹോമുകൾക്ക് വേണ്ടി മാത്രമുള്ള വെബ്സൈറ്റിലും മറ്റും നിരന്തരം അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. കെയർ ഹോം മാനേജർമാരുടെ ഗ്രൂപ്പുകളിലേക്കും ഈ കേസിന്റെ വിശദാംശങ്ങൾ നിരന്തരം എത്തുകയാണ്. മുൻപ് CCTV പരിശോധനകൾ സ്വകാര്യതയുടെ ലംഘനമാകും എന്ന കാരണത്താൽ നടപ്പിലാക്കാതിരുന്ന കെയർ ഹോമുകൾ പോലും അടിയന്തര പ്രാധാന്യത്തോടെ ഇപ്പോൾ ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. കൂട്ടത്തിൽ ജീവനക്കാരെ നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുകളും വിപുലപ്പെടുത്തുകയാണ്. ജിനു ഷാജി കേസിൽ കുടുങ്ങിയതോടെ അയാൾ ജോലി ചെയ്തിരുന്ന 35 ബെഡ് കപ്പാസിറ്റിയിലുള്ള ലാങ് പാർക്ക് കെയർ ഹോം അടച്ചുപൂട്ടുകയും പിന്നീട് മറ്റൊരു മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വൃദ്ധനായ രോഗിയുടെ കാൽ പിടിച്ച് പിന്നോട്ട് വളച്ച് തലയ്ക്കൊപ്പം എത്തിക്കുമ്പോൾ അയാൾ നിലവിളിക്കുന്നത് ജിനു ഷാജിയിൽ ക്രൂരമായ ആനന്ദം സൃഷ്ടിക്കുക ആയിരുന്നു എന്നാണ് കുടുംബം ആരോപണമുയർത്തിയത്. 4 മിനിറ്റ് തുടർച്ചയായി ജിനു വൃദ്ധനെ അതേ വിധത്തിൽ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ക്യാമറ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തിയത്. പരാതി ഉണ്ടായതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് പറന്ന ജിനു ഷാജി പിന്നീട് മടങ്ങിയെത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. വൃദ്ധന്റെ കാലിലെ മുറിവിൽ സംശയം തോന്നിയ കുടുംബം നഴ്സിംഗ് ഹോം മാനേജ്മെന്റിനെ തങ്ങളുടെ ആശങ്ക അറിയിച്ചു. തുടർന്ന് നഴ്സിംഗ് ഹോമിന്റെ അനുവാദത്തോടെ ആർക്കും ദൃശ്യമാകുന്ന വിധത്തിൽ ക്യാമറ സ്ഥാപിച്ചു. എന്നാൽ ഇതറിയാതെ ജിനു ഷാജി അടക്കമുള്ളവർ മുറിയിലേക്ക് വന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു എന്നാണ് വൃദ്ധന്റെ കൊച്ചുമകൾ പറഞ്ഞത്. വൃദ്ധൻ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഷാജി അടക്കം ഉള്ളവർ ക്രൂരത കാട്ടിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ക്രൂരതയുടെ വേഷമിട്ട ഇത്തരക്കാർ ഒരു കെയർ ഹോമിലും ജോലിക്കുണ്ടാകരുത് എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും യുവതി കോടതിയിൽ വ്യക്തമാക്കി. ജോലിയുടെ അമിതഭാരത്തിൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും വർക്ക് വിസയെ ബാധിക്കും എന്നതിനാൽ ജോലിഭാരം സംബന്ധിച്ച് മാനേജ്മെന്റിനോട് പരാതി പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നുവെന്നും ഷാജി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ആരോഗ്യം പോലും ഇല്ലാത്ത അവശനായ വൃദ്ധനെ ഷാജി യൗവനത്തിന്റെ കൈകരുത്തിൽ കീഴ്പ്പെടുത്തി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കോടതി നിരീക്ഷിച്ചത്. മറ്റൊരു കെയർ ഹോമിലും ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകരുത് എന്നാണ് കുടുംബത്തിന് വേണ്ടി വൃദ്ധന്റെ കൊച്ചുമകൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. സ്നേഹത്തോടെ പരിചരിക്കാൻ എത്തിയ ആൾ തന്നെ ആർക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകുന്ന തരത്തിൽ മർദ്ദകനായി മാറിയത് തികച്ചും അവിശ്വസനീയം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥയും പറഞ്ഞത്. ജിനു ഷാജി വൃദ്ധനെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയ വിവരമറിഞ്ഞപ്പോൾ തന്നെ കെയർ ഹോം മാനേജർ അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. തന്റെ 38 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു കെയർ ഹോമിൽ ഇത്തരം പീഡനം നടക്കുന്നത് കാണേണ്ടി വരുന്നത് ആദ്യമാണ് എന്നും അവർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വൃദ്ധന്റെ കുടുംബം അയാൾ കഴിഞ്ഞിരുന്ന മുറിയിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ജിനു ഷാജി കുടുങ്ങിയത്. അസ്വാഭാവിക രീതിയിൽ വൃദ്ധന്റെ കാലിൽ പരിക്ക് കണ്ടതോടെയാണ് കുടുംബത്തിന് സംശയമുണ്ടായത്.